കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേകൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ നാളും ഭക്തരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ അമ്പലമാണല്ലോ നമ്മുടെ ഗുരുവായൂരമ്പലം. ഭഗവാനെ കാണാൻ ഭക്തർ ഓടിയെത്തുകയാണ്. തിരുപ്പതിയും പുരി ജഗന്നാഥ ക്ഷേത്രവും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം. ഭൂലോക വൈകുണ്ഠമെന്ന് അറിയപ്പെടുന്ന നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തങ്ങളുടെ ആദികളും ആവലാദികളും ദുഃഖങ്ങളും പരിഭവങ്ങളും ഒക്കെ ഭഗവാന്റെ മുന്നിൽ ഇറക്കി വെച്ച് ആശ്വാസം തേടാൻ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ദിവസവും എത്തിച്ചേരുന്നത് എന്ന് ഏവർക്കും അറിയാമല്ലോ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ നാരായണീയവും എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനവും പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയും തകിലും ശംഖുനാഥവും നാദസ്വരവും കേട്ടാണ് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ ദിവസവും പുലർച്ചെ പള്ളി ഉണരുന്നത്. ഗുരുവായൂരപ്പ ഭഗവാന്റെ ഒരു ദിവസം 12 ഭാവങ്ങളിലുള്ള ദർശനം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗുരുവായൂരപ്പ ഭഗവാൻ ഭക്തർക്ക് 12 ഭാവങ്ങളിലുള്ള ദർശനമാണ് ഓരോ ദിവസം നൽകുന്നത്. ദുരിതങ്ങളെല്ലാം അകന്ന് ഐശ്വര്യവും മോക്ഷപ്രാപ്തിയും ഉണ്ടാകാൻ വേണ്ടി ഗുരുവായൂരപ്പ ഭഗവാന്റെ പൂജകളും ദർശനങ്ങളും ചെയ്യേണ്ടതാണ്. ഓരോ സമയത്തെ പൂജാ ദർശനവും ഓരോ ഫലപ്രാപ്തിയാണ് കുറിക്കുന്നത്. അതിരാവിലെ ഉള്ള നിർമ്മാല്യ ദർശനം വിശ്വരൂപ ദർശനമാണ്. ഗുരുവായൂരപ്പ ഭഗവാന്റെ നിർമ്മാല്യ ദർശനം നമുക്ക് പാപനാശനമാണ് ഫലം തരുന്നത്. എണ്ണ അഭിഷേക സമയത്ത് വാതരോഗ വിഘ്നനായാണ് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ ദർശനം നൽകുന്നത്. വാഗച്ചാർത്ത സമയം നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ ഗോകുലനാഥനായാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത്. ശാന്തിയും സമാധാനവും കൈവരിക്കാൻ ഗോകുലനാഥനായി അരുളുന്ന ശ്രീ ഗുരുവായൂരപ്പ ഭഗവാനെ തൊഴുതാൽ മതിയാകും. ശംഖാഭിഷേക സമയത്ത് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ ധനാഭിവൃദ്ധിയും സന്താനലബ്ധിയും നൽകുന്ന സന്താന ഗോപാലനായിട്ടാണ് നമുക്ക് ദർശനം നൽകുന്നത്. ബാലാലങ്കാര സമയത്ത് ഭഗവാൻ ഉണ്ണിക്കണ്ണനായാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത്. സന്താനങ്ങൾക്കുള്ള ദുരിതം മാറാൻ ബാലാലങ്കാര ദർശനം വളരെയധികം ഉത്തമമാണ്. അഭിഷേക സമയത്ത് ഭഗവാൻ ശത്രുദോഷം മാറ്റുന്ന യശോദാ ബാലനാണ്. വനമാല കൃഷ്ണനായാണ് നവകാഭിഷേക നേരത്ത് ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നത്. ഉച്ചസമയത്ത് സർവാലങ്കാരഭൂഷിതനായാണ് ഭഗവാന്റെ ദർശനം. ജ്ഞാനപ്രാപ്തി നൽകുന്ന ദർശനമാണ് ആ സമയത്ത് ഭഗവാൻ ഭക്തർക്ക് നൽകുന്നത്. സന്ധ്യാസമയം നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പ ഭഗവാൻ സർവമംഗളദായകനാണ്. ഭക്തർക്ക് കുടുംബൈശ്വര്യം നൽകാൻ തയ്യാറായിട്ടാണ് അന്നേരം ഭഗവാൻ നിലകൊള്ളുന്നത്. ദീപാരാധന സമയത്ത് മോഹനരൂപനാണ് നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ. അത്താഴപൂജയ്ക്ക് വൃന്ദാവന ചരനായിട്ടാണ് ഭക്തർക്ക് ഭഗവാൻ ദർശനം നൽകുന്നത്. അത്താഴപൂജ ദർശനം സകല രോഗശമനത്തിന് ഉത്തമമാണ്. തൃപ്പുക സമയത്ത് ഗുരുവായൂരപ്പ ഭഗവാൻ ശേഷശയനനായാണ് നമുക്ക് ദർശനം നൽകുന്നത്. ഗുരുവായൂരപ്പ ഭഗവാനെ ഉണ്ണിക്കണ്ണൻ, കണ്ണൻ, ഉണ്ണികൃഷ്ണൻ എന്നൊക്കെയാണല്ലോ നാം വിളിക്കാറ്. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനെ ഉണ്ണിക്കണ്ണനായിട്ടാണ് നാം കാണുന്നത്. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ നാരായണ രൂപത്തിലാണല്ലോ അവിടെ കാണപ്പെടുന്നത്. എന്നിട്ട് എന്താണ് ഗുരുവായൂരപ്പ ഭഗവാനെ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത്? ശരിക്കും ശംഖുചക്ര ഗദാപത്മധാരിയായ നാരായണമൂർത്തിയായിട്ടാണ് ഗുരുവായൂരപ്പ ഭഗവാൻ കാണപ്പെടുന്നത്. എന്നാൽ ഉണ്ണിക്കണ്ണൻ എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ അവതാര സമയത്ത് കാരാഗൃഹത്തിൽ വെച്ച് പിതാവായ വസുദേവർക്കും മാതാവായ ദേവകിക്കും ദർശനം നൽകിയ രൂപത്തിലാണ് ഗുരുവായൂരിലെ വിഗ്രഹം ഉള്ളതെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പ ഭഗവാനെ ഉണ്ണിക്കണ്ണൻ എന്ന് വിളിച്ച് ആരാധിക്കുന്നത്. നാരായണനായ ഭഗവാൻ നമ്മുടെ ഉണ്ണിക്കണ്ണൻ, ഉണ്ണികൃഷ്ണൻ ഒക്കെ ആയത് ഇപ്രകാരമാണ്. വളരെ അപൂർവമായ പാതാളാഞ്ജനം എന്ന ശിലയിലാണ് ഗുരുവായൂരിലെ വിഗ്രഹം ഉള്ളത്. ഇപ്രകാരം നാരായണനായ ഗുരുവായൂരപ്പ ഭഗവാനായ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.